നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പ്രിലിമിനറി എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 5 ആണ്. പാർട്ട് 1 to 4 ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ 13 ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സിനിമ തിയേറ്റർ ആരംഭിച്ചത് എവിടെയാണെന്നാണ്. ഈ ഫ്ലോട്ടിംഗ് സിനിമ തിയേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിന് മുകളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഡാൽ തടാകത്തിലാണുള്ളത്, ജമ്മു ആൻഡ് കാശ്മീർ. അടുത്ത ചോദ്യം, കർണാടക ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജായി അടുത്തിടെ നിയമിതനായ മലയാളി. KS ഹേമലേഖ. അടുത്ത ചോദ്യം, കോവിഡ് ചികിത്സയ്ക്കായി COVID-19 ആൻറ്റിവൈറൽ ഗുളികകൾ അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ബ്രിട്ടൻ. അടുത്ത നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ റൂഫ് ടോപ്പ് ഡ്രൈവ് തിയേറ്റർ സ്ഥാപിച്ചത് എവിടെയാണെന്നാണ്. മുംബൈയിലാണ്. ഈ സിനിമാ തിയേറ്ററിൻ്റെ പേരാണ് ജിയോ വേൾഡ് ഡ്രൈവ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ രാജ്യം ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിലെ വേർഡ് ഓഫ് ദ ഇയർ 2021 ഏതാണെന്നാണ്. വാക്സ് ആണ്. വാക്സ് എന്ന് വെച്ചാൽ വാക്സിൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. 2021 ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത ഒരു വാക്കാണ് വാക്സിൻ. അതുകൊണ്ടാണ് അതിനെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. അടുത്ത ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കാരവാൻ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ്. ശംഖുമുഖം. അടുത്ത ചോദ്യം, ഖേൽ രത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി പുരുഷ താരം ആരാണെന്നാണ്. PR ശ്രീജേഷ്. ഒമ്പതാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ പുരസ്കാരം 2021 ലഭിച്ചയാൾ P വത്സല. അടുത്ത പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് നഗരത്തിലാണ് 14ാമത് അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് അവാർഡ് ലഭിച്ചത്. കൊച്ചി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോമാറ്റിക് ഗാർഡൻ സ്ഥാപിച്ചത് എവിടെയാണെന്നാണ്. ഈ ആരോമാറ്റിക് ഗാർഡൻ എന്ന് വെച്ചാൽ ഔഷധ സസ്യങ്ങളുടെ ഗാർഡനാണ്. ഇതുള്ളത് നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ചോദ്യം, ഫേസ്ബുക്കിൻ്റെ പേരന്റ് കമ്പനിയുടെ പുതിയ പേര് എന്താണെന്നാണ്. മെറ്റ. അടുത്ത 13ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പവർ പ്ലാന്റ് നിർമ്മിച്ച രാജ്യം സൗത്ത് കൊറിയ. അടുത്ത 14ാമത്തെ ചോദ്യം, 1 മുതൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് നൽകുന്ന കേരള സർക്കാർ പദ്ധതി വിദ്യാകിരണം. 15ാമത്തെ ചോദ്യം, 2021 ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സിറ്റി വിത്ത് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം. അടുത്ത 16ാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്ന ലോകത്തിലെ ആദ്യ രാജ്യം റഷ്യ. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് ലോക്കൽ ബോഡിയായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനമാണ്. വടകര മുനിസിപ്പാലിറ്റി. 18ാമത്തെ ചോദ്യം, 2021 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേരള ചീഫ് സെക്രട്ടറിയും സാഹിത്യകാരനുമായ ആൾ CP നായർ. അടുത്ത ചോദ്യം, കേരളത്തിലെ 4ാമത്തെ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി എവിടെയാണ് വരുന്നത്. പത്തനംതിട്ട കോന്നിയിലാണ് പുതിയ ലബോറട്ടറി വരുന്നത്. അടുത്ത 20ാമത്തെ ചോദ്യം, അടുത്തിടെ പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം, കോവിഡ് വാക്സിൻ വിതരണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏത്. കോവിൻ. ഈ കോവിൻ ആപ്ലിക്കേഷനകത്താണ് നമ്മൾ വാക്സിനൊക്കെ ബുക്ക് ചെയ്യുന്നത്. അടുത്ത 22ാമത്തെ ചോദ്യം,
2021 ഒക്ടോബറിൽ അന്തരിച്ച മലയാളിയും സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ വ്യക്തി. കെ. രാമകൃഷ്ണൻ. അടുത്ത ചോദ്യം, 2022 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി ഖത്തർ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാർ. അടുത്ത 25ാമത്തെ ചോദ്യം, അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 86. അടുത്ത ചോദ്യം, 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? സച്ചിദാനന്ദൻ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ മെഹാ സീ ഫുഡ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്ത 28ാമത്തെ ചോദ്യം, 2020 മലയാറ്റൂർ അവാർഡ് ജേതാവ് ആര്? ജോർജ് ഓണക്കൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് കെയർ സെൻറ്റർ ഏത് ജില്ലയിലാണ് വരുന്നതെന്നാണ്? തിരുവനന്തപുരം. 30ാമത്തെ ചോദ്യം, അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ബൈഡൻ? ജോ ബൈഡൻ. 46. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റ്യൻ്റെ പാർട്ട് 5. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ പാർട്ട് 1 മുതൽ 5 വരെ ആയിട്ട് 150 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 150 ക്വസ്റ്റ്യൻസും ഒറ്റ വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് പഠിക്കാനും ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.